മനു, നമുക്ക് ഈ ലിവിങ് റിലേഷൻഷിപ്പ് നിർത്തി കല്യാണം കഴിക്കാം. ഞാൻ പറഞ്ഞത് കേട്ടോ മനു, എനിക്ക് മതിയായി ഇങ്ങനെ. നിനക്ക് എന്ത് മതിയായിരുന്നു? നമ്മുടെ ഈ റിലേഷൻ ആണെങ്കിലേ അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കും താല്പര്യമില്ല. ഞാനതല്ല പറഞ്ഞത്, നമുക്ക് ഈ ലിവിങ് ടുഗദർ വേണ്ട. അതെന്ത് വേണ്ട, അത്ര തന്നെ. വേണ്ട വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിനുള്ള കാരണം എന്താണെന്ന് നീ പറ. മനു, ഓഫീസിൽ എല്ലാരും അറിഞ്ഞു തുടങ്ങി എന്റെ ക്യാരക്ടർ മോശമാണെന്ന് വരെയുള്ള സംസാരങ്ങളുണ്ട് അവിടെ. ഓഫീസിൽ ഇങ്ങനെ ടോക്ക് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. നീ ഒന്നും അറിയൂല, കാരണം നിന്നെ അല്ലല്ലോ കുറ്റപ്പെടുത്തുന്നതും വൃത്തിയായിട്ട കണ്ണോടുകൂടി നോക്കുന്നതും ഒക്കെ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നമുക്ക് കല്യാണം കഴിക്കാം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ട് നടക്കൂല? നമ്മൾ ഈ റിലേഷൻ തുടങ്ങിയിട്ട് 4 വർഷമായി, പരസ്പരം നന്നായിട്ട് അറിയുകയും ചെയ്യാം. പിന്നെന്താ കല്യാണം കഴിച്ചാല്? അതുകൊണ്ടാണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്. കല്യാണം കഴിഞ്ഞിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഏറ്റെടുക്കാൻ എനിക്ക് പറ്റൂല. ഓ വേണ്ട, നീ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കണ്ട. അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് നീ അനാവശ്യ കാര്യങ്ങൾക്ക് പോലും എന്നോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നീ എന്നെ മനസമാധാനമായിട്ടൊന്നും വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ലല്ലേ? ഒന്നാമത് ഓഫീസിലെ സ്ട്രെസ്, പിന്നെ വീട്ടിൽ വന്ന നിന്റെ കോപ്പിലെ സംസാരം അടുത്തിരിക്കും. സോറി, ഞാൻ ഇന്നലെ നിൻ്റെ അടുത്ത് അങ്ങനെ ദേഷ്യപ്പെട്ടതേ എനിക്ക് നിൻ്റെ അടുത്ത് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഈ ലോകത്തുള്ള എന്തിനേക്കാളും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിനക്ക് എൻ്റെ അടുത്ത് സ്നേഹമില്ല മനു. നിനക്ക് എൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നീ മനസ്സിലാക്കിയാണ്. നീ അത് മനസ്സിലാക്കിയിട്ടില്ല മനു. എനിക്ക് മനസ്സിലായിടി, നമ്മൾ ഒരുമിച്ചെടുത്ത തീരുമാനമല്ലേ കല്യാണമൊന്നും വേണ്ട. എന്നിട്ട് നീ പെട്ടെന്ന് കല്യാണം വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, അത്രേ ഉള്ളൂ. എൻ്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സംസാരമാണെന്ന് ഓഫീസിൽ നടന്നത്. നീ അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ പോയി ഒരക്ഷരം സംസാരിച്ചില്ല. അതെനിക്ക് നന്നായിട്ട് ഹേർട്ടായി മനു. ഞാനവിടെ സംസാരിച്ച് അതൊരു ഇഷ്യൂ ആയെന്ന് വെച്ചോ, ആർക്കാ അതിൻ്റെ ബുദ്ധിമുട്ട്? അത് കാരണം എനിക്കും നിനക്കും നമ്മുടെ ജോലി പോവും. അതുകൊണ്ടാ ഇതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരിയാ, എനിക്ക് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഡി, ഇങ്ങനെ വിഷമിക്കാതെ. നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനേ നിന്റെ കഴുത്തിൽ ഞാൻ താലി ഇടണമെന്നൊന്നുമില്ല. വെറുതെ ഓരോ ആചാരങ്ങളാണ്. എനിക്ക് നിന്നെ അറിയാം, നിനക്ക് എന്നെ അറിയാം. നമ്മുടെ ജീവിതം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ജീവിക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഇല്ല. പിന്നെ നല്ല വിശപ്പുണ്ട്, ബാ നമുക്ക് അടുക്കള കയറി എന്തെങ്കിലും ഉണ്ടാക്കാം. എനിക്ക് കിച്ചണിൽ കയറാനുള്ള മൂഡൊന്നും ഇല്ല. അതെ, ഇപ്പൊ വിശപ്പില്ലാഞ്ഞിട്ടാ. നിനക്ക് വിശപ്പ് വരുമ്പം കയറാനുള്ള മൂഡ് വന്നോളൂ. എടി മതി നിന്റെ മേക്കപ്പ്. സിനിമ തുടങ്ങുമ്പോഴാണ് പോകേണ്ടത്, കഴിഞ്ഞിട്ടല്ല. കഴിഞ്ഞ് പോവാം. ഇവനെന്താ ഈ സമയത്ത് അവിടെ പറ. ആളിയ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തു പറ്റി? എന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോലീസ് പൊക്കിയായിരുന്നു, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓട്ടിച്ചതിന്. കുറേ കാല് പിടിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ലൈസൻസ് ഉള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വണ്ടി വിട്ടുതരാമെന്നാണ് പറയുന്നത്. നിനക്കൊന്ന് വരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ അവളുമായിട്ടൊരു പടത്തിന് വന്നിക്കോ. നീ അനീഷിനെ വിളിച്ചു നോക്ക്. എടാ, അവ ഇവിടെ ഇല്ലാന്ന്, അവൻ നാട്ടിൽ പോയിരിക്കുക. സിനിമയ്ക്ക് പിന്നെയും പോവാ ആളിയാ. നീ ഇപ്പോൾ വന്നില്ലെങ്കിൽ ഞാനിവിടെ നിന്ന് പോവേണ്ടി വരും. നീ ഒന്ന് എങ്ങനെയെങ്കിലും വരാൻ നോക്ക്. വണ്ടി ഇല്ലാതെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ കയറ്റത്തില്ല. വണ്ടി ഇല്ലാതെ വീട്ടിൽ പോകാൻ പറ്റൂല. ഇപ്പൊ വരാം, 10 മിനിറ്റ്. ഞാൻ റെഡിയായി, നമുക്ക് പോവാം. നീ ജസ്റ്റ് വെയിറ്റ് ചെയ്യ്, 10 മിനിറ്റ് ഞാൻ വരാം. ഒരു ചെറിയ അർജന്റ് കേസ്. ദേ പോയിട്ട് ഇതാ വരുന്നു. ഓക്കെ? സോറി, എൻ്റെ ഫ്രണ്ടിൻ്റെ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ പോയതാ. പക്ഷെ വണ്ടി കിട്ടാൻ ലേറ്റായി. വേണ്ട മനു, ഒന്നും പറയണ്ട. നിനക്ക് എപ്പോഴും കാണും 1000 റീസൺ. നമ്മുടെ റിലേഷൻ അല്പമെങ്കിലും വാല്യൂ നീ തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു, എന്നെ ഇത്രയും വിഷമിപ്പിക്കില്ലായിരുന്നു. നീ ഇങ്ങനെ ചൂടാവുന്ന എന്തിന്?
സിനിമയില്ലേ, നമുക്ക് ഇനിയും പോവാലോ. പക്ഷെ ഒരു പ്രശ്നം സ്വന്തം കൂട്ടുകാരനുണ്ടാകുമ്പോൾ അവനെ സഹായിക്കല്ലേ വേണ്ടത്. സഹായിക്കണ്ടെന്നൊന്നും ഞാൻ പറയൂല. പക്ഷെ ഒരാളുടെ സന്തോഷവും ഫീലിങ്സും എല്ലാം ഇല്ലാതാക്കിയിട്ടാവരുത് മറ്റൊരാളെ സഹായിക്കുന്നത്. ഞാൻ നിന്റെ എന്ത് സന്തോഷം ഇല്ലാതാക്കിയത്? ഞാൻ പറഞ്ഞില്ലേ സിനിമയ്ക്ക് വേറൊരു ദിവസം പോവാന്ന്. സിനിമയ്ക്ക് പോകുന്ന അല്ല മനു ഇവിടുത്തെ വിഷയം. 5 മിനിറ്റ് സ്നേഹമുള്ള ഒരാളുടെ കൂടെ സന്തോഷമായിട്ട് ഇരിക്കണമെന്നുള്ളത് അത്ര ഞാൻ ആഗ്രഹിച്ചോളൂ. നീ കൂടുതൽ ആഗ്രഹിക്കണ്ട. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ഇതാണ്. പറ്റുമെങ്കിൽ സഹിച്ചോ, അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോ. നിനക്കിപ്പോഴും ഞാൻ പറയണ എന്താണ്, എൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലാക്കാൻ താല്പര്യമില്ല. ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. കുറച്ച് നാളായിട്ട് നിസ്സാര കാര്യങ്ങൾക്ക് പോലും നീ എന്നോട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിലോ നമ്മുടെ ബന്ധത്തിൽ താല്പര്യമില്ലെങ്കിലോ കളഞ്ഞിട്ട് പോ. നിന്നെ ഞാൻ പിറകെ വന്നും ശല്യപ്പെടുത്തൂല. ഒരു കാര്യം പറഞ്ഞാൽ ഒന്നും തോന്നരുത്. എനിക്കൊട്ടും താല്പര്യമില്ല നമ്മളിങ്ങനെ ഒരുമിച്ച് പോകണമെന്ന്. സത്യം പറഞ്ഞാൽ നിന്റെ കൂടെ ജീവിച്ച് എനിക്ക് മടുത്ത്. മനസമാധാനമില്ല, എന്നും പ്രശ്നമാണ്. മനുഷ്യന് വേണ്ടതേ മനസ്സിന് കുറച്ച് സമാധാനമാണ്. അതെനിക്കിപ്പോൾ ഈ വീടിനകത്ത് ഇല്ല. ഞാൻ കാരണം നിന്റെ മനസ്സമാധാനം പോണ്ട. അല്ലെങ്കിൽ നമ്മൾ ലിവിങ് റിലേഷൻഷിപ്പ് അല്ലേ. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെച്ച് നിനക്ക് പോവാം. എല്ലാം നിന്റെ ഇഷ്ടം, നിന്റെ തീരുമാനം. പരസ്പരം മനസ്സിലാക്കുന്നവർക്ക് നല്ല കപ്പിൾസ് ആയിട്ട് തുടരാൻ പറ്റുള്ളൂ മനു. നമ്മളതിൽ തോറ്റുപോയി. നീ എന്നെ കല്യാണം കഴിക്കണമെന്നേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. അതെന്റെ തെറ്റ്. എന്തായാലും ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞേക്കാം വേറെ കല്യാണം നോക്കാൻ. അവരെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കുമല്ലോ. ഹലോ ഹലോ അച്ഛാ. മനു, ഞാൻ നിന്റെ വീടിന്റെ ഫ്രണ്ട് നിൽക്കണ്ട. ഡോർ തുറക്ക്. എവിടെ? വിളിച്ചിട്ട് വരാത്തത് എന്താടാ? അച്ഛൻ അവിടെ നിൽക്കുക, ഞാൻ എന്താ വരുന്നത്. ആ ശരി. ഇവളൊക്കെ വിട്ട് പോയി. രാവിലെ വന്ന് ഇവിടെ ഇരിക്കുകയാണ്. ഇവക്ക് എപ്പോഴും ഈ വിഷാദം പിടിച്ചുള്ള ഇരിപ്പ് തന്നെ. ഗായു, നീ എവിടെയെങ്കിലും ഒന്ന് പോയി മാറിയിരിക്കണം. ഓ മാറിക്കോളാം. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വാല്യൂ ഇല്ലാത്ത നിന്നെ പോലെ ഒരുത്തൻ്റെ ഇവിടെ ജീവിക്കാൻ എനിക്ക് വയ്യ. അതല്ല റിലേഷൻഷിപ്പിന് മണ്ണാകട്ടെ. എന്റെ അച്ഛൻ വാതിൽ വന്ന് നിൽക്കുന്നു. നീ എന്ത് ചെയ്യും? വാ, നീയേ വല്ല ബെഡ്റൂമിലോ ബാത്റൂമിലോ അടുക്കള ഷെൽഫിലോ എവിടെയെങ്കിലും പോയി വിളിച്ചേ പോ. പുറത്തോട്ടൊന്നും വന്നാളല്ലേ. അച്ഛാ, അച്ഛാ, വാതിൽ തുറക്കാൻ ഇത്രയും സമയം വേണോടാ നിനക്ക്? അത് എനിക്ക് രാവിലെ ഈ ബാത്റൂമിൽ പോകുന്ന ശീലമുണ്ട്. അത് എല്ലാവർക്കും ഉണ്ട്, നിനക്ക് മാത്രമല്ല. ആ അത് തന്നെ, ഞാൻ ബാത്റൂമിലായിരുന്നു അച്ഛൻ വിളിച്ചപ്പോ. വാ. അച്ഛൻ എന്ത് പറ്റി പെട്ടെന്ന് പറയാതെ കയറി ഒന്ന്? അതെന്ത് സംസാരമാടാ? എനിക്ക് നിന്റെ അടുത്ത് വരാൻ നേരത്തെ കൂട്ടി അപ്പോയിൻമെന്റ് എടുക്കേണ്ട കാര്യമുണ്ടോ? അയ്യോ അങ്ങനെയല്ല അച്ഛാ. അച്ഛനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ വന്നത് നിന്റെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. എന്താ, എന്ത് പറ്റി? ഒരു കല്യാണ കാര്യമാണ്. അച്ഛാ, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട. അതിന് നിനക്കാര് കല്യാണം ആലോചിച്ചു? ഞാൻ പറഞ്ഞത് എൻ്റെ കല്യാണത്തിനെ കുറിച്ചാണ്. എന്തോന്ന്? അച്ഛനെന്തിനിപ്പോ കല്യാണം? അതുകൊള്ളാം. എനിക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. അതില്ല, എന്നാലും എടാ മോനെ, ഞാൻ വയസ്സായി. ആ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ മടുത്തു. കൂടെ സഹായത്തിന് ഒരാളെങ്കിലും വേണമെന്ന് തോന്നി. ഒരു പാവം സ്ത്രീയാണ്, 20 വർഷമായിട്ട് വിധവയായിട്ട് കഴിയാണ്. ഞാൻ ആലോചിച്ചപ്പം അവൾക്കും വേണം ഒരു തുണ. ഞാനാണെങ്കിലും ഒറ്റയ്ക്ക് നടക്കാൻ എനിക്കും വേണം ഒരാൾ. ഞാൻ എൻ്റെ ഇഷ്ടം അവളോട് പറഞ്ഞു. ഇപ്പോൾ 2 വർഷമായിട്ട് നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഡേറ്റിങ്ങിലാണ്.
കുറേ പണം ഉണ്ടാക്കി ബാങ്കിലിട്ടെന്ന് ഒരു കാര്യവുമില്ല. പണത്തിന് ആത്മാർത്ഥമായ സ്നേഹം തരാൻ പറ്റില്ല. അതൊരാളുടെ ഉള്ളിൽ നിന്ന് വരണം. അത് നമ്മൾ തമ്മിലുണ്ട്. അതുകൊണ്ട് നമ്മൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അച്ഛൻ പറയുന്നതൊക്കെ ശരിയാ. ഞാനും ആലോചിച്ചിട്ടുണ്ട്, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ആ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കേണ്ടി വരില്ലായിരുന്നു. ഇതാ പിന്നെ ഞാൻ പെട്ടെന്നൊന്നും തിരിച്ചു പോകണ്ട. 2-3 ദിവസം ഇവിടെ കാണാം. നീ ആരാ? ഞാൻ ഗായത്രി. എത്ര നാളായി നിങ്ങളിങ്ങനെ? ഞങ്ങൾ 4 വർഷമായി. വെറുതെ അല്ല നീ വീട്ടിൽ വരാത്തത്. അച്ഛാ, ഞങ്ങൾ ജസ്റ്റ് ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണ്. പിന്നെ വൈകാതെ നമ്മൾ പിരിയും. നത്തിങ് സീരിയസ് ഹിയർ. നീ ഇന്നലെ സിമ്പിളായി പറഞ്ഞൊരു വാക്കുണ്ട്, ജസ്റ്റ് ലിവിങ് ടുഗദർ. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ലൈഫ് സ്റ്റൈലായിരിക്കാം. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ അതൊരു ഒളിച്ചോട്ടമാണ് മക്കളെ. ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട ചില റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള ഒളിച്ചോട്ടം. എന്താ മോനെ, ഒരാളെ കല്യാണം കഴിച്ച് കൂടെ താമസിച്ചെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ സ്നേഹമില്ലെങ്കിൽ ആ ജീവിതത്തിന് ഒരു അർത്ഥമില്ല. ഇവിടെ നിങ്ങൾ ഒരു വീട്ടിൽ താമസിച്ച് ഒരുമിച്ച് ആഹാരം കഴിച്ച് ഒരുപോലെ ജീവിതം നയിച്ചു വന്ന 2 പേരാണ്. അങ്ങനെയുള്ള നിങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ തയ്യാറാവണം. അതിൽ നിന്നൊക്കെ ലിവിങ് ടുഗദർ എന്ന പേരിൽ ഒളിച്ചോടുകയല്ല വേണ്ടത്. ജീവിതമാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അത് നിങ്ങൾ തമ്മിലുള്ള പ്രണയത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് കരുതി മുന്നോട്ട് പോകണം. മക്കളെ, ജീവിതം ഒന്നേ ഉള്ളൂ. അത് വിവേകമായി ചിന്തിച്ച് വേണം ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുക. പിന്നെ ഒരു കാലത്തും നിങ്ങൾക്ക് നഷ്ടബോധം തോന്നാൻ പാടില്ല. ഞാൻ ഇത്രത്തോളം ഒന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ എത്ര വഴക്കുണ്ടെന്ന് പറഞ്ഞാൽ, എത്ര പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ, ഇവിടില്ലാത്തൊരു ജീവിതം എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അച്ഛാ. പിന്നെ ഇവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് സന്തോഷമായി. നിങ്ങൾ നന്നായി വരും. കല്യാണത്തിൻ്റെ ഡേറ്റൊക്കെ തീരുമാനിച്ചിട്ട് പറയും. ഞാൻ പോട്ടെ. ശരി.